സിംബാബ്വെ സീരീസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ശ്രീലങ്കൻ പരമ്പരയാണ്. 3 T20യും 3 ഏകദിനവുമാണ് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നത്. ഇതിന്റെ പരമ്പര ഇപ്പോൾ BCCI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ 26-ന് ആദ്യ T20 ആരംഭിക്കും. രോഹിത് ശർമ്മയും കോഹ്ലിയും ശ്രീലങ്കൻ പരമ്പരയിൽ ഉണ്ടായിരിക്കില്ല. പുതിയ കോച്ചായ ഗംഭീറിന് കീഴിലായിരിക്കും ഇന്ത്യ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക പരമ്പരയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സിംബാബ്വെ സീരീസ് ഇന്ത്യ തന്നെ നേടുമെന്നത് ഉറപ്പാണ്. പക്ഷേ ശ്രീലങ്കയ്ക്കെതിരെ മികച്ച കളിയായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതിനുള്ള ഇന്ത്യൻ ടീമിനെ ഈ വീക്ക് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. രോഹിത് ശർമ്മയ്ക്കും കോഹ്ലിക്കും റെസ്റ്റാണ്. രാഹുൽ അല്ലെങ്കിൽ പാണ്ഡ്യയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഒരുപക്ഷെ T20 ക്യാപ്റ്റൻ പാണ്ഡ്യയും ഏകദിന ക്യാപ്റ്റൻ രാഹുലുമായിരിക്കും. ആദ്യം T20 ആണ്. ജൂലൈ 26, 29, 27 ഈ ദിവസങ്ങളിലായിരിക്കും T20 നടക്കാൻ പോകുന്നത്. T20 ടീമിൽ സഞ്ജു ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. T20 മാത്രമല്ല ഏകദിനത്തിലും സഞ്ജു കളിക്കും. 2 കീപ്പർമാരാണ് ശ്രീലങ്കൻ സീരീസിൽ ഉണ്ടായിരിക്കുക. ഋഷഭ് പന്ത്, സഞ്ജു ഇവർ സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സഞ്ജുവിനെ മെയിൻ കീപ്പറായിട്ടല്ല എടുക്കുന്നത്. എന്നാലും സഞ്ജുവിനെ ഏതെങ്കിലും മാച്ചിൽ അവസരം കിട്ടും. രോഹിത് ശർമ്മയും കോഹ്ലിയും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ യുവതാരങ്ങൾക്ക് വരികയാണ്. ജയ്സ്വാൾ, ശുഭ്മാൻ ഗില്ല്, അതുപോലെ തന്നെ ശ്രേയസ്, സൂര്യകുമാർ, രാഹുൽ, സഞ്ജു, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, ജഡേജ, കുൽദീപ് യാദവ്, ചഹൽ ബുംറ തുടങ്ങി ഒരുപാട് താരങ്ങൾ സീരീസിലുണ്ട്. ഏകദിനത്തിനും T20ക്കും സെപ്പറേറ്റ് സ്ക്വാഡാണ്. പക്ഷേ സഞ്ജുവും ഋഷഭ് പന്തും 2 സ്ക്വാഡിലും ഉണ്ടായിരിക്കും. സഞ്ജുവിന് ഇനി അങ്ങോട്ട് ഒരുപാട് അവസരങ്ങളാണ് വരാൻ പോകുന്നത്. സിംബാബ്വെ സീരീസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തൊരു പരമ്പരയാണ്. സഞ്ജു ഇപ്രാവശ്യം തകർത്തടിക്കും. ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജുവിന് അവസരങ്ങൾ കിട്ടും. ഇഷാൻ കിഷനെ എടുക്കാത്തത് കൊണ്ടാണ് സഞ്ജുവിന് ഇപ്പോൾ അവസരങ്ങൾ വരുന്നത്. കോച്ച് ഗംഭീർ വന്നപ്പോൾ സഞ്ജുവിന് നല്ല കാലമാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.